ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഫ്രം ദുബായ്. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് ദുബായിൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇബ്നു ബത്തൂത്ത മോൾ വരെ ഒന്ന് പോകാനായിട്ട് പോവാണ്. മെട്രോയിൽ തന്നെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെല്ലാം. കാരണം പിന്നെ കുട്ടികളൊക്കെ നമ്മൾ ബേബീസൊക്കെ ആയിട്ട് പോകുമ്പം ഭയങ്കരമായിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള പരിപാടികൾക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം ഒട്ടുമിക്ക സ്ഥലത്തും കുട്ടികൾ അലൗഡ് അല്ലല്ലോ, പ്രത്യേകിച്ച് ബേബീസ് എന്തായാലും അലൗഡ് അല്ല. 12 ഇയേഴ്സിന് താഴെ കുട്ടികളെ ഒരുവിധം സ്ഥലത്തൊന്നും ഇപ്പം നമ്മൾക്ക് അതൊന്നും അലൗഡ്. അപ്പോൾ ഇൻഷാ അല്ലാ അതൊക്കെ നെക്സ്റ്റ് ട്രിപ്പിൽ പ്ലാൻ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഇത് നമ്മൾ സൗദിയിൽ നിന്നും വന്നൊന്ന് റിലാക്സായി നമ്മളുടെ ജോലിയുടെ തിരക്കുന്നൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുക, അത്രയുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഷോർട്ട് വെക്കേഷനിൽ. ഞാനിവിടെ ഒരു 7 ഇയേഴ്സ് ബാക്ക് ഉള്ളപ്പം എനിക്ക് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നുള്ള ഒരു മോളാണ് കേട്ടോ ഇവിടെ ഇബ്നു ബത്തൂത്ത മോളിൽ. ഇതിലെനിക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് ഷോപ്പിങ്ങിനെക്കാട്ടി ഇവിടുത്തെ ഒരു ആർക്കിടെക്ചറാണ്. ഇതൊരു തീംഡ് മോളാണ്. ഇവിടെ ഇന്ത്യ, പേർഷ്യ, ചൈന, ട്യൂണീസിയ അങ്ങനെ കുറച്ച് കൺട്രിയുടെ ടൈപ്പിലുള്ള ആർക്കിടെക്ചറിലുള്ള കുറച്ച് കോട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ എല്ലാ ഔട്ട്ലെറ്റ്സും ഉണ്ട് ഒരുപാട്. എനിക്ക് തോന്നുന്നു മോർ ദാൻ 300 ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഇവിടെ. ഒത്തിരി തിരക്കൊന്നും അന്നത്തെ അത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പം ടൂറിസ്റ്റൊക്കെ വരുവാണെങ്കിൽ അവരൊക്കെ ഒരുപാട് എൻ്റർടൈനിങ് ആക്ടിവിറ്റീസിൽ അതിനൊക്കെ പോവുമല്ലോ. അപ്പോൾ പിന്നെ എമറാത്തീസിനെയും അധികം കണ്ടിട്ടില്ല, അത് പണ്ടും കാണാറുണ്ടായിരുന്നില്ല. അപ്പോൾ ദുബായിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പോൾ ഇവിടെ സൗദിയിലാകുമ്പം സൗദീസ് തന്നെ ഒരുപാട് എല്ലാ മോളിലും എവിടെ പോയാലും ഉണ്ടാവും. പൊതുവേ ദുബായിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, എമറാത്തീസിന് പൊതുവേ കാണൽ കുറവാണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയായിരുന്നു, ഒത്തിരി ആൾക്കാരെയൊന്നും കണ്ടില്ല. നല്ലൊരു അടിപൊളി മോളാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. എന്ത് ഷോപ്പിംഗ് ചെയ്യാൻ ഇപ്പോൾ കാമായിട്ടൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് പോവാം, അതിനൊക്കെ ഓക്കെയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഭംഗി, അതാണ് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇത്. കണ്ടിട്ട് തന്നെ അറിയണം, അത്ര അടിപൊളിയാണ് ആ തീം ചെയ്തിട്ടുള്ളത് ഓരോന്നും. നവംബർ എൻഡാകുമ്പം തന്നെ എല്ലായിടത്തും ഒരു ക്രിസ്മസ് വൈബാണ് അല്ലേ. അടിപൊളിയായിട്ട് ഇവിടെയും ക്രിസ്മസ് ട്രീസും ക്രിസ്മസ് പപ്പയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കാണാൻ. ഒരുപാട് ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ വേണ്ടി പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ അടിപൊളിയായിരിക്കും, കാരണം ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ.
സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് ഇബ്നു ബത്തൂത്ത മോൾ. സെയിം ഡേ തന്നെ നൈറ്റിൽ ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷ് ആയതിന് ശേഷം താഴെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഗോൾ സൂക്കിലോട്ടേക്ക് ചുമ്മാ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി. രാത്രി 9 o'clock വരെയുള്ള ഒട്ടുമിക്ക ഷോപ്പുകളും, അപ്പോൾ അതിനിടയിലൊക്കെ ഒന്ന് നടക്കാൻ അടിപൊളിയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കൂടെ ഒന്ന് കാണാൻ പോയി. പഴയ ഗോൾ സൂക്കിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അവിടെ ഒന്ന് പോവാം, ഒക്കെ തൊട്ടടുത്ത് നടക്കാവുന്ന ഡിസ്റ്റൻസ് തന്നെ ഉള്ളൂ. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഗോൾഡ് വാങ്ങുന്നതിലും കൂടുതൽ ആൾക്കാർ ഒരു മ്യൂസിയത്തിൽ പോയി ഗോൾഡൊക്കെ കാണുന്ന പോലെ ആണ്. കാരണം അത്രയൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കും തോന്നുന്നു അതൊന്നും ഇടാനുള്ളതൊന്നുമല്ല, കുറേ സാധനങ്ങളൊക്കെ ഡിസ്പ്ലേക്ക് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ അടിപൊളിയായിരുന്നേ. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് കാണാൻ അടിപൊളി വീഡിയോസ് കിട്ടിയപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്തേ. ന്യൂ ഗോൾഡ് സൂക്കിൽ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നവർക്കുള്ള ലക്കി ഡ്രോ വിന്നേഴ്സ് ഉള്ളതാണ് കേട്ടോ ഈ കാറ്. ആരായിരിക്കില്ലേ ആ ഭാഗ്യവാന്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നിട്ട് പഴയ ഗോൾഡ് സൂക്കിൻ്റെ അവിടോട്ട് പോവാണേ. ഇപ്പോൾ ഇത് ഞങ്ങൾ ഓൾ ഗോൾഡ് സൂക്കിനകത്തെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ജ്വല്ലറി വാങ്ങാനും കാണാനായിട്ടൊക്കെ ഒരുപാട് ആൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള അടിപൊളി റിങ്സും അതുപോലെ ബ്രേസ്ലെറ്റ്സും പിന്നെ ചെയിനുകളും നെക്ലേസും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഒരു ഷോറൂമിൽ ചെന്നാൽ എന്താ പറയുക, ഇന്നത് വേണം എന്ന് വിചാരിച്ചിട്ട് പോകുമ്പോൾ ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. പക്ഷേ ഇവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് എടുക്കാനൊക്കെ നല്ല എളുപ്പമല്ലേ. എത്ര ഭംഗിയായിട്ടുള്ള സാധനങ്ങളാണെന്നറിയുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാം എടുക്കാൻ തോന്നും, അത്രയ്ക്ക് ഭംഗിയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ അധികം ഹെവി വെയിറ്റ് ഒന്നും വരാത്ത ഇച്ചിരി ഗ്രാമിലൊക്കെ ഉള്ള നല്ല ബ്രേസ്ലെറ്റ്സും ആംഗ്ലെറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം. പിന്നെ നമുക്ക് വാറ്റ് റിട്ടേണബിൾ ആണ്. ഇവിടുന്ന് ടൂറിസ്റ്റ് വരുമ്പോൾ നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ അത് റിട്ടേൺ കിട്ടും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് ഇപ്പം ഗോൾഡ് സൂക്കിൽ വന്നിട്ട് നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ.
നിങ്ങളിൽ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും വേൾഡ്സ് ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ഗോൾഡ് റിങ് ദുബായ് ഗോൾഡ് സൂക്കിലാണ് ഉള്ളതെന്നുള്ളത്. അതിൻ്റെ പേര് നജ്മത്ത് തൈബ, ദ സ്റ്റാർ ഓഫ് തൈബ എന്നാണ്. അന്ന് ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് സൗദി അറേബ്യയിലെ അത് തൈബ ഗോൾഡ് ആൻഡ് ജുവല്ലറി ആണെന്നുള്ളത് എത്ര പേർക്ക് അറിയാം. എനിക്ക് ഇപ്രാവശ്യം പോയപ്പോഴാണ് സത്യമായിട്ടും ഇത് സൗദിയാണ് മാനുഫാക്ചർ ചെയ്തതെന്നുള്ളത് അറിയുന്നത്. ഇതുവരെ അതൊന്നും വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെപ്പോലെ ചിലർക്കൊരു പുതിയ അറിവായിരിക്കും അല്ലേ. പിന്നെ നമുക്ക് സൂക്കിൽ കാണാൻ പറ്റുന്നതാണ് ഇതുപോലെ ഒരുപാട് സ്പൈസസ്, അറബിക് സ്പൈസസിൻ്റെ ഒക്കെ ഷോപ്പുകളും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള അറബിക്കും തുർക്കിഷും ആയിട്ടുള്ള ലാംപ്സും ഒക്കെ, അതൊക്കെ അടിപൊളിയാണ് കാണാൻ. അതൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ ദുബായിൽ ഓൾഡ് സൂക്കിലൊക്കെ പോകാവുന്നതാണ്. ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ സെക്കൻഡ് ഡേ ഞങ്ങളുടെ ദുബായിലെ പരിപാടികൾ. അപ്പോൾ ഇത് നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ അടിപൊളി വീഡിയോ ജുമൈറയെന്നും അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ ഉള്ളതായിട്ട് വരാം. ബൈ ബൈ.